ഒരു ഒരു കൺക്ലൂഷൻ ഫോമിലെത്തിയിട്ടാണ് നമ്മളൊരു MOU സൈൻ ചെയ്ത് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ അവർ പറഞ്ഞ പല ഡിമാൻഡ്സ്, അതായത് കോർപ്പറേഷൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് മാത്രം പോരാ, അവർക്ക് എന്തെങ്കിലും അല്ലാതെ മരണം സംഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് കവറേജ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഇല്ലായിരുന്ന സാധനം 6 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കവറേജ് നേരത്തെ ഇല്ലായിരുന്ന ഒരു സാധനം. സാറ് പറഞ്ഞ കണക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നത് മാത്രമാണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ആക്ച്വലി ഞാൻ കൊല്ലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഒരു കരുനാഗപ്പള്ളിയിൽ വെച്ചിട്ട് ഒരാൾ ഏത് സാലറി പാക്കേജാണെന്ന് എനിക്കൊന്ന് സിവിൽ സ്റ്റേഷനോ മറ്റോ വർക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹം ബൈക്കിൽ പോയ സമയത്ത് ആക്സിഡൻ്റായി മരണപ്പെട്ടു. അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള, അദ്ദേഹത്തിന് ഹൗസിംഗ് ലോൺ ഉണ്ട്, ബാങ്കിൽ തന്നെ ഹൗസിംഗ് ലോൺ ഉണ്ട്, സാലറി പാക്കേജ് അക്കൗണ്ടാണ്. അദ്ദേഹത്തിന് സ്ട്രേറ്റ് അവേ ബാങ്ക് ആ ഹൗസിംഗ് ലോണിൻ്റെ ഇൻഷുറൻസ് ബാങ്ക് ഇൻഷുറൻസ് വെച്ച് ഹൗസിംഗ് ലോൺ ക്ലോസ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു ഇതും ഇല്ലാതിരുന്ന സാലറി പാക്കേജ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഫാമിലിയിൽ 30 ലക്ഷം രൂപ, അപ്പോൾ 90 ദിവസത്തിനകത്ത് ക്ലെയിം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് 30 ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും. മനസ്സിലായില്ല? അദ്ദേഹത്തിന് അഡീഷണലി കിട്ടിയ ഒരു സംഭവമാണ്. സാറേ, ഒന്നും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ആക്സിഡന്റ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് നല്ലത്. നമ്മൾ ഇതിനു വേണ്ടി 1 രൂപ പോലും സ്പെൻഡ് ചെയ്യുന്നില്ല. 1 രൂപ ഓക്കെ സംഭവിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞതന്നെ, ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ചത് ഈ 0 മുതൽ നമുക്ക് ശരിക്കും എന്തെങ്കിലും ഒന്നും സംഭവിക്കാതിരിക്കുന്നത് നല്ല കാര്യം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി, നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ എമൗണ്ട് കൊണ്ട് ഫാമിലിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ചെറിയൊരു കൈത്താങ്ങ് എന്നുള്ള രീതിയിലാണ് ശരി. രണ്ടാമത് സാറ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ 2 ലക്ഷം 3 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് നമുക്ക് അത് ബാങ്കിന് എടുത്തുകൂടെ എന്നുള്ള സംഭവം. സാറേ, നമുക്കൊരു പ്രൈവറ്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ വേറെ LIC, നമുക്ക് LIC തന്നെ എടുക്കാം. ഗവൺമെൻറ് ഇതായാലും LIC തന്നെ എടുക്കാം. നമ്മളൊരു മിനിമം 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിന് നമ്മൾ LICയിൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 3 ലക്ഷം രൂപയ്ക്ക് LIC മേടിക്കുന്ന ഏകദേശം 18,000 രൂപ മുതൽ 20,000 രൂപ വരെ. 20,000 ആരെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം. SBIയിലും ഉണ്ട്. SBIയിൽ അത് ഏകദേശം 10,500 രൂപയാണ്. ഓരോരുത്തരും അത് സ്റ്റാർ ഹെൽത്തൊക്കെ ആകുമ്പോഴത്തേക്ക് അത് 20-25 രൂപ വരെ വരുന്നുണ്ട്. ആ സ്ഥാനത്ത് നമുക്ക് എപ്പോഴും ഹോസ്പിറ്റൽ എക്സ്പെൻസസ്, ഈ ഒരു കൺസൾട്ടിങ്ങിന് പോകുന്ന സമയത്ത് 1,000-2,000 രൂപ വരുന്നതിനേക്കാളും ഒരു ബൾക്കായിട്ട് നമുക്കൊരു എക്സ്പെൻസ് വരുമ്പോഴാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച്, ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അയ്യോ, എൻ്റെ കയ്യിൽ ഇത്രയും എമൗണ്ട് എനിക്ക് മറയ്ക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലില്ലല്ലോ, അപ്പോൾ എനിക്കൊരു കൈത്താങ്ങ് എന്നുള്ള രീതിയിലാണ് ശരിക്കും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറിയ പ്രീമിയം, 2,000 രൂപ എന്ന് പറയുന്നത് വർഷത്തിൽ 2,000 രൂപ എന്ന് പറയുന്നത് മാസം എടുക്കുമ്പോഴത്തേക്ക് വളരെ ചെറിയ പ്രീമിയമാണ്. ഇതിന് നമ്മൾ 15 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ, 2,500 രൂപയാകുമ്പോൾ 30 ലക്ഷം രൂപ വരെയുള്ള കവറേജ് എടുക്കും. അതല്ല, നമുക്ക് ഈ ആദ്യത്തെ 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും കൂടി നമുക്ക് കവറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനും ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ബാങ്ക് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ കമ്പൾസറി ആയിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഓപ്ഷനാണ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എടുക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. പിന്നെ അങ്ങനെ ഒരു ക്ലോസ് വേണമെങ്കിൽ ബാങ്കിൽ വെക്കാറുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ടോപ്പപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ക്ലോസ് വേണമെങ്കിൽ വെക്കാൻ പറ്റും. ബാങ്ക് അത് ചെയ്തില്ല. കാര്യം എന്താണ്? നമുക്ക് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണ്ടത് വലിയ ക്ലെയിംസ് വരുമ്പോഴാണ്, അല്ലേ? വലിയ ക്ലെയിംസ് വരുമ്പോഴാണ് അത് കവർ ചെയ്യുന്ന വളരെ ചെറിയ പ്രീമിയത്തിലുള്ള, അതും നമ്മൾ വേറൊരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഒരു ഇൻഷുറൻസ് ഇത്രയും ചെറിയൊരു എമൗണ്ട് തന്നിരിക്കുന്നത്. മനസ്സിലായി? 2,000 രൂപ സാറേ, അത് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാറേ? ഇത് ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ 100 പേര് ഒരു കളക്റ്റീവായിട്ട് ഒരു ഇൻഷുറൻസ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന 2,000 രൂപ വെച്ചിട്ടല്ല നമുക്ക് 2 ലക്ഷം രൂപയുടെ ക്ലെയിം തരുന്നത്, അല്ലേ? ഇതൊരു കളക്റ്റീവായിട്ടുള്ള കുറേ ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്ത് അതിലിപ്പോൾ ഒരു 500 പേര് ഇൻഷുറൻസ് ഫെസിലിറ്റിയിൽ ഇത് ചെയ്ത് 50 പേര് മാത്രമേ ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ചു.
ബാക്കി 450 പേരുടെയും കൂടെ കളക്റ്റീവായിട്ടാണ് നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 21,500 പേര് ഉള്ള സ്കീം ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം മാത്രമാണ്. അത് സീറോയിസ് ചെയ്യാനായിട്ട് ബാങ്കിന്റെ കോസ്റ്റും അനുവദിക്കത്തില്ല, പിന്നെ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇത് ഒരുപാട് ഡിസ്കഷൻസ് കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് ഞാൻ പൊതുവെ ഈ സാലറി പാക്കേജ് ഇൻഷുറൻസിന്റെ കാര്യം ഓക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷുറൻസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാലറി പാക്കേജിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് പിന്നെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അതിന് എന്തെങ്കിലുമൊക്കെ ഇനിയും അറിയാനുണ്ടോ? ഇതില് 2 കാര്യങ്ങൾ കോംപ്ലിമെന്ററി ആയിട്ട് പറയുന്നുണ്ട്. 24 or 27 ടൈംസ് പേഴ്സണൽ ലോൺ, അതേപോലെ ഫ്രീ ക്രെഡിറ്റ് കാർഡ്. ഈ 2 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ ഒരു KSRTCയുടെ പഴയ ഒരു സാലറി ഒരു ടൈപ്പ് വെച്ചിട്ട് എല്ലാവരുടെ സിവിൽ സ്കോർ വളരെ നെഗറ്റീവാണ്. കാര്യം സാലറി പേയ്മെന്റ് ഡേറ്റിലെല്ലാം ഞാൻ ആദ്യം പറയാം. പിന്നെ ക്രെഡിറ്റ് കാർഡ് ശരിക്കും നമ്മൾ ഈ കാറ്റഗറിക്ക് എബോവ്, ഗോൾഡ് കാറ്റഗറിക്ക് എബോവ് ക്രെഡിറ്റ് കാർഡ് നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ സിവിൽ സ്കോറുമായിട്ട് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് ബാങ്കിന്റെ നമ്മളൊരു സബ്സിഡിയറി കമ്പനിയാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറിയെ ബേസ് ചെയ്ത് തരുന്ന ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. അപ്പൊ അതിന് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ പേഴ്സണൽ നമ്മൾ വേറെ ഒരു സെക്യൂരിറ്റിയോ ഒരു സംഭവം കൊടുക്കാതെ സാലറി നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നു, അത് ബാങ്കിൽ വരുന്നു, അത് വേറൊരു ഇത്. പക്ഷേ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്രെഡിറ്റ് കാർഡിന്റെ എലിജിബിലിറ്റി അറിയിക്കുക. അതിന് നമുക്ക് വേറെ ഒരു വേവർ വരത്തില്ല. ക്രെഡിറ്റ് സ്കോർ നല്ലതായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതിന്റെ ഭാഗമാണ്, നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. ഈ KSRTCയിലെ പേഴ്സണൽ ലോണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ സ്റ്റാഫിന്റെയും ക്രെഡിറ്റ് സ്കോർ അതിന്റെ മിനിമം ബാരിയറിന് താഴെയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് RBI സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. അതിന് പിന്നെ ഇത്ര സ്കോർ ഉള്ള ഒരാൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കരുത് എന്ന് RBI ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞ 2 ആ കാര്യങ്ങൾ 99% KSRTC ജീവനക്കാരെ ലഭിക്കാത്ത 2 കാര്യമാണ് പാക്കേജ്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ആവാം. അപ്പോൾ ഈ ഒരു പാക്കേജ് സെറ്റ് ചെയ്തത് കോർപ്പറേഷനും SBI ഡയറക്റ്റ് ആയതുകൊണ്ട് അപ്പോൾ അതിനകത്ത് വേഗം 99% പറയാൻ പറ്റത്തില്ല. എന്നാലും അതില് ഈ പറയുന്ന ക്രെഡിറ്റ് സ്കോർ ആദ്യ കാലങ്ങളിൽ മോശമായിരുന്ന ആൾക്കാർ വേറെ എന്തെങ്കിലും ഒരു ലോണോ വേറെ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി എടുത്ത് ക്രെഡിറ്റ് കാർഡിന്റെ സിവിൽ സ്കോർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴും എലിജിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് വെച്ച് സ്കോർ എടുക്കുന്ന സമയത്ത് അവർ എലിജിബിൾ ആണോ അല്ലയോ? മിനിമം സ്കോർ എത്രയാണ്? 650 650